രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തെ ക്രിമിനൽവൽക്കരണം, അതിൽ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിനുള്ള പ്രാധാന്യം, ഈ കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് എത്രമാത്രം പൈശാചികമായ ഒരു മനസ്സ് ഒരു വിഭാഗം മലയാളികളിൽ, അന്ധവിശ്വാസികളെ പോലെ രാഷ്ട്രീയത്തെയും മതത്തെയും കാണുന്ന ഒരു വിഭാഗം മലയാളികളിൽ അങ്ങനെയൊരു വികാരം, ആരെയും കൊല്ലാം, എന്തിനും കൊല്ലാം, തങ്ങളുടെ ഇഷ്ടം എന്ന് വന്നിരിക്കുന്നു. ഈ ആരോപണം പറയുമ്പോൾ കൃത്യമായി നമുക്ക് എന്താണ് ഇവരുടെ ക്രൂരതയുടെ അടയാളങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. 52 വെട്ടിക്കൊന്നു, അത് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇന്നുമായി നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ പറയേണ്ടി വന്നൊരു ഉത്തരം, ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസിലെ പ്രതികൾക്ക് 1000 ദിവസത്തിൽ കൂടുതൽ പരോൾ കിട്ടിയ കഥയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു ലജ്ജയുമില്ലാതാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി വെട്ടിക്കൊന്ന് അയാളുടെ രക്തം കുടിക്കാൻ വീണ്ടും വീണ്ടും ദാഹിച്ച് നടക്കുന്ന ഒരു പറ്റം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി 1000 ദിവസം പരോള് നിയമവിരുദ്ധമായി അനുവദിച്ചു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ക്രിമിനൽവൽക്കരണത്തെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനനുകൂലമായൊരു സാമൂഹ്യ പശ്ചാത്തലമൊരുക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് അല്ലെങ്കിൽ ചില മതസംഘടനകളുടെ നേതൃത്വത്തിന് അതിൻ്റേതായ പങ്കുണ്ട്. ഈ ക്രിമിനലുകളെ ഗ്ലോറിഫൈ ചെയ്യുക, മഹത്വവൽക്കരിക്കുക, ഭഗത് സിംഗിൻ്റെ ഒപ്പവും ചന്ദ്രശേഖർ ആസാദിൻ്റെ ഒപ്പവും നേതാജി ബോസിൻ്റെ ഒപ്പവും ഇവരെ രാജ്യസ്നേഹികളോ പോരാളികളായിട്ട് ചിത്രീകരിക്കുക. ഈ ചിത്രീകരണം കഴിഞ്ഞിട്ട്, ഈ രക്തസാക്ഷിത കാര്യം കഴിഞ്ഞിട്ട് ഇവർ നേരെ പോകുന്ന കൊട്ടേഷൻ പണിക്കാണ്, സ്വർണം പൊട്ടിക്കാനാണ്, കള്ളക്കടത്തുകാരുടെ പുറകെയാണ്, കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇവരെയൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് എത്തിച്ച ഒരു മനസ്സ് എവിടെ എത്തി? ഇവരുടെയൊക്കെ പാഠശാലയിൽ ശിക്ഷണം കഴിഞ്ഞ് വന്ന, ഇവർക്ക് ശിക്ഷണം കഴിഞ്ഞ് വന്ന ആൾക്കാർ ആണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ കൊല്ലുന്നതിൽ മുമ്പിൽ നിന്നത്. അവിടെ കൊണ്ട് തീരുകയല്ല ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ, വീണ്ടും വീണ്ടും ഇങ്ങനെ നിരപരാധികളെ വെട്ടിക്കൊല്ലാൻ ഇവർ ഒരു മാനസികമായി വീണ്ടും തയ്യാറെടുത്തിരിക്കുകയാണ്. എൻ്റെ വിലയിരുത്തൽ പറഞ്ഞാൽ, ഇങ്ങനൊരു വിഭാഗത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യത നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. ചിലപ്പോൾ അദ്ദേഹം പരമഭീരുവിനെ പോലെയാണ് പെരുമാറുന്നത്. ഏതെങ്കിലും കാരണവശാൽ അടുത്ത ടൈമിൽ 3ാമത് പ്രാവശ്യം കൂടെ മുഖ്യമന്ത്രിയാകാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്നവർ അതാരായാലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പകരം വരുന്ന ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ, ആക്രമിക്കാൻ ഉള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഈ ഗുണ്ടാ സംഘങ്ങളെ വളർത്തിയെടുക്കുന്നത്, കൊട്ടേഷൻ സംഘങ്ങളെ വളർത്തിയെടുക്കുന്നത്. ആലോചിച്ചോ, നിങ്ങൾ കാത്തിരുന്ന് കാണാം. നാളെ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും പറയാം, കേരളം കലാപ കുലുഷിതമാകും, പോലീസിൻ്റെ കഴിവുകേടാകും, ഈ പഠിച്ചതും ഇതിനപ്പുറം പ്രയോഗിക്കും. പൂക്കോട്ടുനിന്ന് അവർ നേരെ എങ്ങോട്ടാണ് വന്നത്? SFIയുടെ നേതാക്കന്മാർ എങ്ങോട്ടാണ് വന്നത്? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പൂക്കോട്ടുനിന്ന് തിരുവനന്തപുരത്ത് വന്നു. വിദ്യാർത്ഥി സംഘടനയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് റാഗ് ചെയ്യുന്നത്. എത്ര ഹീനമായി ചെയ്യാമോ? അടികൊണ്ട് പൊളഞ്ഞ് നിലത്തി വീഴാറായ ഒരു പയ്യൻ വെള്ളം ചോദിച്ചപ്പം ആ വെള്ളത്തിൽ തുപ്പിയാണ് കുടിക്കാനായിട്ട് കൊടുക്കുന്നത്. അതാണ് സഖാക്കളുടെ ആത്മധൈര്യം, സഖാക്കളുടെ വിപ്ലവ പാരമ്പര്യം, ചെഗുവേരയുടെ പാരമ്പര്യം. അങ്ങനെയാക്കി ഇവർ മാറ്റി. ഇവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ഉണ്ട്. അവരുള്ളിടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യും. അവളം കൊണ്ട് തീർന്നോ? തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇങ്ങനെ കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിൽ എന്താ സംഭവിച്ചത്? 5 പേരെ സീനിയർ സ്റ്റുഡൻസ്, എന്തൊക്കെയായിരുന്നു സീനിയർ സ്റ്റുഡൻസിൻ്റെ ഡിമാൻഡ്? എന്തൊക്കെയായിരുന്നു? മറ്റിടത്ത് ആദ്യം ചെറിയ ഡിമാൻഡായിരുന്നു, പാർട്ടി ഓഫീസിലാണത്. ഷർട്ട് ഇടാതെ നിങ്ങൾ പുറത്തു പോകണം, ഷർട്ട് ഇടാതെ പുറത്തു പോകണം. ഒരു വശത്ത് പിണറായി വിജയൻ ഷർട്ട് ഇട്ടുകൊണ്ടേ അമ്പലത്തിൽ പോലും കയറാവൂ എന്ന് പറയുമ്പം പിണറായി വിജയൻ്റെ ശിഷ്യന്മാരായ ആശ്രമ കുഞ്ഞുങ്ങൾ പറയുന്നത് ഷർട്ട് ഇടാതെ നീ പുറത്തൂടെ നടക്കണം. ചില വിദ്യാർത്ഥികൾ അതിന് മടി പറഞ്ഞു, അവരെയാണ് പീഡിപ്പിച്ചത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നേഴ്സിംഗ് സ്റ്റുഡൻസിനെ പീഡിപ്പിക്കുക, ഏതെല്ലാം തരത്തിൽ അവർ കരഞ്ഞ് നിലവിളിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഓടിക്കയറിയാൽ എന്താ സംഭവിക്കുന്നത്? വെറ്റിനറി കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കൂട്ട് തന്നെയാണ്, അവിടുത്തെ ഹോസ്റ്റൽ പാടൻ്റെ കൂട്ട് തന്നെയാണ്. ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു ബ്യൂറോക്രാറ്റിക് സംവിധാനം,
അത് NGO യൂണിയനും സെക്രട്ടേറിയറ്റ് യൂണിയനും കോളേജ് അധ്യാപക സംഘടനയും എല്ലാം വളർത്തിയെടുത്ത സംവിധാനം ഇവരെ സംരക്ഷിക്കാനുണ്ട്. ഈ പീഡന പരാതികളെക്കുറിച്ച് പറയുമ്പോൾ ആരാണ് ഈ കുട്ടികൾക്ക് രക്ഷകർത്താക്കളില്ലേ? അവർ അറിഞ്ഞാണോ അറിയാതെയാണോ ഇത് സംഭവിക്കുന്നത്? നിങ്ങൾ ഇന്നത്തെ മാതൃഭൂമി മാത്രം നോക്കുക. ഏതെല്ലാം തരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തി വരികയാണ്, അത് കണ്ട് ആഹ്ലാദിക്കുകയാണ്. ഇവിടെ രക്തപ്പുഴ ഒഴുക്കുമെന്ന് പറയുന്നത് സ്വന്തം സഹപാഠിയുടെ സ്വന്തം സഹോദരൻ്റെ നെഞ്ചത്ത് കത്തി വരച്ച് ഒഴുകുന്ന രക്തപ്പുഴയാണ്. അല്ലാതെ ഒരു വർഗശത്രുവിനെ കൊല്ലാൻ ഇവർ പോകില്ല. അതിനുവേണ്ടി ഒരു സമരം ഇവർ നടത്തിയില്ല. എത്ര കൊള്ള നടത്തിയാലും, സമൂഹത്തെ കൊള്ളയടിച്ചാലും, വനം കൊള്ള ചെയ്താലും, കാറുകളും കൊള്ള ചെയ്താലും, സ്വർണ്ണം കള്ളക്കടത്ത് നടത്തിയാലും ഇവർക്ക് പ്രതിഷേധമില്ല. കോളേജുകളിൽ അധ്യാപകർ പഠിപ്പിക്കാത്തതിനെ പറ്റി പ്രതിഷേധമില്ല. അറ്റൻഡൻസ് ഇല്ലെങ്കിലും പരീക്ഷ എഴുതാമെന്നും പരീക്ഷ എഴുതിയില്ലെങ്കിലും ജയിക്കാമെന്നൊരു പാരമ്പര്യം ഇവരിവിടെ ഉണ്ടാക്കി വെച്ചു. ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? ഈ മാതൃഭൂമി മാത്രം നിങ്ങളൊന്ന് വായിക്കുക. ഏതെല്ലാം തരത്തിൽ കാൽപാദം വരെ കോമ്പസും ഡിവൈഡർ ഉപയോഗിച്ച് കുത്തിവരയ്ക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ചോര ചീറ്റുകയാണ്. ചെകുവരയുടെ മാതൃക അതുപോലെ പിന്തുടരുകയാണ്. ഇത് തുടങ്ങിയപ്പോൾ നിർത്താൻ തയ്യാറാകേണ്ടതായിരുന്നു. പകരം ഇന്ന് തന്നെ ഒരു ചാനലിൽ കേട്ടു, പിണറായി വിജയൻ ചെറുപ്പക്കാർ നേതാക്കളെ വളർത്തിയെടുക്കുകയാണ്, അതുകൊണ്ട് അടുത്ത ടേമിൽ കുറച്ചുനാൾ പിണറായി മുഖ്യമന്ത്രിയായിട്ടിരിക്കും, പിന്നെ സ്വരാജ് പാർട്ടി സെക്രട്ടറി ആകും. ഇങ്ങനെ കുറേ സ്വപ്നങ്ങളാണ്. റിയാസ് ഉപമുഖ്യമന്ത്രി. ഇപ്പം ചെറുപ്പക്കാരെ വളർത്തിയെടുത്ത ചെറുപ്പക്കാർ ആരൊക്കെയാണ് പിണറായി വിജയൻ വളർത്തിയെടുത്തത്? ഒന്ന് കൂട്ടി നോക്കാം ആരൊക്കെയാണെന്ന്. റഹീമാണോ പുതിയ ചെറുപ്പക്കാരൻ? ആർസയാണോ പുതിയ ചെറുപ്പക്കാരൻ? റിയാസാണോ പുതിയ ചെറുപ്പക്കാരൻ? എന്തിന് സ്വരാജാണോ? സ്വരാജ് ഏതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ ഇവരാരെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? പിണറായി വിജയൻ വളർത്തിയെടുത്തവർ മുഴുവൻ ഈ കോമ്പസ് രാഷ്ട്രീയത്തിൻ്റെ, കുത്തിവരയ്ക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ, ചോര ചീറ്റിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകങ്ങളായ കുറേ ചെറുപ്പക്കാരാണ്. അതിനെ ന്യായീകരിക്കുന്ന പ്രതീകങ്ങളാണ്. സ്ത്രീകൾ അധ്യാപകരായാലും സഹപാഠികളായാലും അവരെ അവമാനിക്കുന്നതിൽ ഇവർ മുമ്പിൽ തന്നെയാണ്. ഇത് ഇടതുപക്ഷ കൾച്ചറാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൾച്ചറാണോ? പിന്നെ ഇവർക്ക് ഇവരുടെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ ഇവരെത്ര കുറ്റവാളികളാകുന്നു, ഈ ചെറുപ്പക്കാർ എത്ര കുറ്റവാളികളാകുന്നു, അത്രയും ഇവർ അവരുടെ പാർട്ടിയോട് വിധേയപ്പെട്ടിരിക്കും. കാരണം ഇവരൊക്കെ പിന്നീടുള്ള തുടർന്ന ജീവിതം രക്ഷപ്പെടണമെങ്കിൽ, മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാർട്ടിയുടെ സഹായം ആവശ്യമാണ്. ഈ ചിത്രം നമ്മുടെ മനസ്സിൽ എത്ര ആഴത്തിൽ പതിഞ്ഞാലും എന്തേ നമുക്ക് പ്രതികരിക്കാൻ പറ്റാതെ? ഇവിടെ ഒന്ന് പറയാൻ പറ്റും, പിണറായിയും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇന്ന് ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും വയ്ക്കാവുന്ന ഫോട്ടോ ആനയുടെയും പുലിയുടെയും കാട്ടുപന്നിയുടെയും അതുപോലുള്ള വന്യജീവികളുടേതുമാണ്. വന്യജീവികളുടെ ആക്രമണമാണ് ഇവർക്ക് ഇന്ന് മോഹൻ രക്ഷിക്കാൻ ഇടകിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവങ്ങളിൽ നിന്നും വന്യജീവി ആക്രമണത്തിലേക്ക് ഇവർ കൊണ്ടുപോകും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരെ രക്ഷപ്പെടുത്താൻ ക്രിസ്തു ഈ വീടിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ ആനയുടെയും പുലിയുടെയും കടുവയുടെയും കാട്ടുപന്നിയുടെയും പടം വരച്ച് ഈ രണ്ടു കൂട്ടർക്കും, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ സമാധാനിക്കാം. ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകും. എത്ര കാട്ടുപന്നിയേക്കാളും കാട്ടാനേക്കാളും എത്ര ക്രൂരമായിട്ടാണ് ഈ രണ്ട് സ്ഥലത്ത് നടന്നിരിക്കുന്നത്, റാഗിങ് നടന്നിരിക്കുന്നത്. ഇവരും മൃഗങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം ഒന്ന് പറയാമോ? പടയപ്പയും അരിക്കൊമ്പനും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അവർ സ്വന്തം സഹപ്രവർത്തകരെ കുത്തിക്കൊല്ലിയില്ല. വളരെ ആന അല്ലെങ്കിൽ പുലി അവരെ പരസ്പരം ആക്രമിക്കാറില്ല. ഇവിടെ അങ്ങനെയല്ല. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തിനേയും ആക്രമിച്ച് തകർക്കും. അതിന് പറ്റിയ ഏറാൻ മൂളുന്നൊരു പോലീസ് സംവിധാനം പിണറായി വിജയൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ പറയുന്നത് പോലല്ല കേൾക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ യാത്രക്കിടയിൽ പറയാൻ പറ്റിയ തലതല്ലി പൊട്ടിക്കുന്നത് രക്ഷിക്കുന്നതിന് തുല്യമാണ്, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് തന്നെയാണ് ഈ കുട്ടികളോടും പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആരാ ക്ലാസ് എടുക്കാൻ വരുന്നത്? MV ഗോവിന്ദൻ, സ്വരാജ് തുടങ്ങിയവരാണ്. അപ്പോൾ ഇതൊന്ന് ആലോചിക്കുക. SFIയിൽ നിൽക്കുന്ന കുട്ടികൾ ആലോചിക്കുക. ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ, ഇത് ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റുഡൻറ് സംഘടനയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ മൃഗീയത എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക. സംസ്കാര സമ്പന്നമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന കെട്ടിപ്പിടിക്കാൻ നോക്കുക. ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇവിടെ, അതിനെക്കുറിച്ച് തുറന്ന ചർച്ച നടത്താൻ നോക്കുക. ഇതൊന്നുമില്ലാതെ ഈ ചോരച്ചാൽ ചീന്തി കിടക്കുന്ന മുദ്രാവാക്യം വിളിക്കൊണ്ട് ദേവി ചെയ്ത് ഇനിയെങ്കിലും കേരളത്തിൽ വരാനിരിക്കുന്ന തലമുറയെ നശിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇത്ര മാത്രം.